അല്ലെങ്കിൽ വേണ്ട. അടി ചിലപ്പോ കൊണ്ടില്ലെങ്കിലാ മുണ്ടിട്ട് മൂടിയിട്ട് അടിക്കാം, അതാ നല്ലത്. വാടാ വാടാ, വേഗം വാടാ. സിംഹത്തിന്റെ കൂട്ടിലേക്ക് തന്നെ വഴിയിരുന്ന് നിന്റെ പരിപ്പ് ഞാൻ ഇളക്കും. എന്റെ മാമാനെ കൊല്ലാൻ നോക്കിയവനാ. ഇടിച്ചു പിന്നെ കൂമ്പ് കലക്കടാ, ഇടിക്കടാ, എന്നോടാ പറഞ്ഞു ഇടിക്കാൻ. അല്ല മാമ, ഞാൻ തന്നെ ഇടിക്കണോ? എന്താ 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 പ്രശ്നം? എന്റെ മാമാനെ കൊല്ലാൻ നോക്കിയവനാ. ഞാനെന്ന് ജമാലെ വേണ്ട, മോൻ മയ്യത്തായി കൂടാ. മയ്യത്താവണം. എന്റെ മാമനെ കൊല്ലാൻ നോക്കിയവൻ മയ്യത്താവണം. എടുത്തു കൊടുക്കാൻ മതി, ഇനി നമ്മളിവന്റെ മോന്ത ഒന്ന് കാണട്ടെ. നീ മാമ ദേ നോക്കിക്കേ. മാമ മാമ എവിടെ പോയി? ഡല്ലോ, അപ്പോഴേക്ക് മാമേനാരെ പുറകിൽ ഒന്ന് അടിച്ചിട്ടത്. മാമ എഴുന്നേക്ക്. മാമ 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 അശോക എടാ, അൻവറേ തനിക്കെന്താണോ തന്റെ കണ്ണ് കാണൂല? എനിക്ക് എങ്ങനെയോട് എന്റെ കണ്ണ് കാണാൻ പറഞ്ഞ? എനിക്ക് തന്റെ കണ്ണല്ലേ കാണാൻ പറ്റൂ. തനിക്കെന്താ എന്റെ കണ്ണ് കാണാൻ പാടില്ലേ? എന്നെ വന്ന് ഇടിച്ചു വീഴ്ത്തി പറഞ്ഞിട്ട് കളിയാക്കുന്നോളൂ. തന്റെ ഒരു സൈക്കിള് എടാ നിന്നെ ഞാൻ. അയ്യോ, ആരെങ്കിലും വന്നു രക്ഷിക്കണേ. എന്താ ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി. 5 വർഷം കഴിഞ്ഞ് സൂപ്പർ സ്റ്റാർ ആവുമ്പോഴാണല്ലേ, അതുകൊണ്ട് തന്നെ ചോദിച്ചത് എന്താന്ന്. മഹാദേവൻ സാറിനൊന്ന് കാണണം. കാശുണ്ടോ കയ്യില്? കാശ് ഞാൻ ആദ്യം കൊടുത്തായിരുന്നു, 25,000 രൂപ. അതല്ല, ബോംബെ വരെ എത്താനുള്ള കാശുണ്ടോ കയ്യിലെന്ന്. മഹാദേവൻ സാർ ഇപ്പൊ ബോംബെയിലാ. ബോംബെയിലാ? ആ അതേന്ന്, ഒരാഴ്ചയായി പോയിട്ട്. എന്നാ മടങ്ങി വന്നെ? ഇനി വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അപ്പൊ ഈ വീടാ? ഇത് അദ്ദേഹത്തിന്റെ വീടൊന്നുമല്ല. അദ്ദേഹം 6 മാസത്തേക്ക് വാടക എടുത്തല്ലേ. പടച്ചോനെ, അപ്പൊ എന്നോട് പറയാണ്ട് പോയാ? തന്നോട് പറയാ താനാരാ? എടോ, എന്റെ 25,000 രൂപ കൊണ്ടാണോ ആ കള്ളപ്പന്നി റാസ്കള് മുങ്ങിയത്? ആ കാശ് പലിശക്ക് കൊടുത്തിരുന്നെങ്കിലേ മാസാമാസം അതിന്റെ പലിശക്കില് കിട്ടിയ. ചേട്ടാ, അന്നത്തെ പോലെ എന്നെ കയറ്റി വിടാതിരിക്കാൻ ചേട്ടൻ നുണ പറയണല്ലേ? സത്യമായിട്ട് സാറ് പോയാ? തനിക്ക് വിശ്വാസമില്ലെങ്കിൽ താൻ അകത്ത് കയറി നോക്ക്. ഇപ്പൊ ഒരു ബിസിനസ്സുകാരനാ ഇവിടെ താമസിക്കുന്നത്. താനാണോ ഇതിനെല്ലാത്തിനും കാരണം? അതിന് ഞാനെന്ത് ചെയ്ത്? ഞാൻ അന്ന് വന്നപ്പോ താൻ എന്നെ ഇതിന്റെ അകത്തോട്ട് കയറ്റി വിടാതിരുന്നെങ്കിൽ എന്റെ കാശ് പോകുമായിരുന്നോ? പടച്ചോനെ, താൻ മുടിഞ്ഞ് പണ്ടാരടങ്ങി പോകുമോ? ദൈവമേ, ഇവനെന്തിനാ എന്നെ വന്ന് വരാകുന്നത്? പടച്ചോനെ, ഞാൻ ചാടാൻ പോവുകയാണ്. വെള്ളത്തിൽ വീണ് കഴിയുമ്പോ എന്റെ നീന്തൽ ഞാൻ മറന്നുകൂടെ? ഇല്ലെങ്കിൽ ഞാൻ നീന്തി കരക്ക് കയറും. പെട്ടെന്ന് മയ്യത്താവാൻ എന്നെ നീ സഹായിക്കൂലേ? പടച്ചോനെ രക്ഷിക്കണേ. ജമാലേ, വെറും 25,000 രൂപക്ക് വേണ്ടിയാണോ നീ മരിക്കാൻ പോണത്? നീ മയ്യത്തായാൽ നിനക്ക് നഷ്ടമൊന്നുമില്ല, മറിച്ച് മലയാള സിനിമയ്ക്ക് ഭാവിയിലെ ഒരു സൂപ്പർ സ്റ്റാറിന് നഷ്ടമാവും. ശരിയാ, ഞാൻ കാരണം മലയാള സിനിമക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ നഷ്ടപ്പെട്ടുകൂടാ. ഓക്കേ, ഇവിടെ ഒന്നുമില്ല. പോടാ പോടാ പോടാ, ഇവിടെ ഒന്നുമില്ല. പിള്ളച്ചേട്ടന്റെ കടയിൽ ബോംബ് വെക്കാൻ. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചവരായാലും അറിഞ്ഞോണ്ട് ചെയ്തായിരിക്കും.
എന്റെ ദൈവമോ. ഓ, എന്താ ഏട്ടാ ഇവിടെ ആകെ പ്രശ്നങ്ങളും പോലീസും ഒക്കെ ആണല്ലോ. ഓ, ഇതൊക്കെ എന്താ? ഒന്നും പറയണ്ട എന്റെ മോനെ. ഏ, ഇവിടെ ബോംബ് വെച്ചേക്കെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് ആരോ ഫോൺ ചെയ്ത്. പോലീസുകാർ ഒന്ന് കാട്ടിക്കൂട്ടിയേക്കണതൊക്കെ ഉണ്ടം പൊരിക്കകത്ത് ബോംബിട്ടെന്ന് പറഞ്ഞ് അവര് കീറിട്ടിരിക്കണേ. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ എന്താ ഈ കാണിക്കണേ? ഇതൊക്കെ തിരിച്ചൊട്ടിച്ച് വെച്ച് വിൽക്കാനുള്ള പരിപാടിയാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അയ്യോ, എന്റെ അമ്മോ. അല്ല അയ്യോ. നിനക്കെന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ പൊന്നി കേട്ടോ. നിന്റെ പരുവം കണ്ടിട്ട് ആരോ ശരിക്കും താങ്ങിയവട്ടുണ്ടല്ലോ. എന്നെയോ ആ. താങ്ങാനോ? ഞാനൊന്ന് വീട്ടില് തെന്നി വീണതല്ലേ. എന്തായാലും ഓനെ ഒന്ന് കണ്ട് നല്ല 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചേക്കാം. അയ്യോ അയ്യോ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ആ പാലെടുത്ത് ഒഴിക്കാൻ പാടില്ലായിരുന്നു. എന്റെ മുഖം. ഓ, ഫു. അയ്യോ, എന്റെ അമ്മോ, തലക്കകത്തുണ്ടായ ചെളിയൊക്കെ ഇളകി. അയ്യോ അയ്യോ അയ്യോ. എടാ, എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടാടാ. അത് പിന്നെ ഞാൻ അറിഞ്ഞോ നീയാണ് മുണ്ടിന്റെ ഉള്ളിലുള്ളത്. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇടിയപ്പ കിട്ടിയല്ലേ? ഇടിയപ്പോ അല്ല, ഇടിലിയാ കിട്ടിയത്. നീ എന്തിനാ മാമനെ കൊല്ലാൻ നോക്കിയത്? കൊല്ലാൻ നോക്കിയോ? ഓ എടാ, ഞാൻ നിന്റെ മാമനെ കൊല്ലാൻ നോക്കിയതല്ല. അവിടെ നിങ്ങളല്ലാതെ വേറൊരുത്തരുണ്ടായില്ലേ, ഞാൻ അവനാന്ന് വിചാരിച്ചിട്ടാ. ആര്? അൻവറ? അതിന് ഓൻ നിന്നോട് എന്താ ചെയ്ത്? ആ, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അവന്റെ ഒരു 25,000 രൂപ ഒരുത്തിനെ അടിച്ചോണ്ട് പോയെന്ന്. നേരോ? ആചാരേ ആർക്കാ കൊടുത്തയച്ച കാശ. അവൻ എന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ഗൾഫിൽ പോവാൻ പറ്റുന്ന ഒരു 25,000 രൂപ എടുത്ത് ഞാൻ കൊടുത്ത്. അവൻ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ മാമാനോട് പറഞ്ഞ് അവന് വന്നേക്കണ വിസ എനിക്ക് മേടിച്ച് തരാന്ന് പറഞ്ഞു. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, ഇപ്പൊ അവസാനം ഞാൻ കൊടുത്ത കാശുമില്ല, വിസ ഇല്ല. അത് ശരി. അപ്പൊ ഓൻ അങ്ങനെ പറഞ്ഞല്ലേ? അൻവറിന് വിസ വന്നോ? അത് അൻവറിന് വന്ന വിസയല്ല, എനിക്ക് വന്ന വിസയാ. എനിക്ക് എന്റെ സിനിമ വിട്ട് ഗൾഫിൽ പോകാൻ താല്പര്യമില്ലാത്ത കാരണം ഓന് കൊടുത്തതാ. ഓഹോ, നീ അവന് കൊടുത്താലും ശരി, അവൻ നിനക്ക് തന്നാലും ശരി, ഇനി എനിക്ക് ആ വിസ കിട്ടുമെന്ന് തോന്നണില്ല. എന്റെ വിസയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി ഹാജിയാരെ സോപ്പിടാൻ വന്നാ ഞാൻ. എന്നിട്ട് എന്റെ അവസ്ഥ ഇതായി. എല്ലാത്തിനും കാരണക്കാരൻ നീയാണാ. നീ പിടിവിട്, നീ വിഷമിക്കണ്ട. ഓനെ നിനക്ക് ഞാൻ പിടിച്ചു തരാം. ആര്? ഹാജിയാരിയോ? അല്ലടാ, അൻവറെ. അൻവറിന്റെ കാറില്ലേ അപ്പൊ? അവനവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, നീ പോയി അവനെ പിടിക്ക്. അല്ല, അത് ചെല്ല്. ചെല്ലാ. പടച്ചോനെ, അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. വരട്ടെ. അതെ, അവൻ ഇങ്ങോട്ടാ വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചോ, ഞാനവിടെ പോയി പുറത്ത് ഒളിക്കാം. അവൻ ഇവിടെ അകത്ത് കയറി കഴിയുമ്പോ നമുക്ക് അവനെ പിടിക്കാം. ഓക്കേ? പിന്നെ അവന്റെ ഇടിയങ്ങനെ എന്റെ മോന്തക്ക് കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവുള്ള മോന്ത ഇത്. പിള്ളച്ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം മോനെ. അല്ലടാ അൻവറേ, നിന്റെ 25,000 രൂപ അടിച്ചു പോയോ? ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. പടച്ചോനെ, ഇവനോട് ഇരിപ്പുണ്ടായിരുന്ന. നിങ്ങളെ അയ്യോ, പിള്ളച്ചേട്ടനല്ല, പാരച്ചേട്ടനാ. ഞാൻ പോയിട്ട് വരട്ടെ കേട്ടാ. ഒരു കാര്യം ചെയ്, ആ തോർത്തും സോപ്പും കൊടുത്തോ, ഞാൻ ഇവിടെ നാം കുളിക്കാം. ഇതല്ലോ തൃപ്തി ആയില്ല.